നമുക്കിനി ഇതുപോലെ ടേസ്റ്റായിട്ടൊരു സാമ്പാർ തയ്യാറാക്കാം. നമുക്ക് കഷ്ണങ്ങളെല്ലാം കൂടെ അരിഞ്ഞെടുക്കുക. ക്യാരറ്റ്, തക്കാളി, ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ ഇങ്ങനെയൊക്കെയുള്ള സാമ്പാറുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ മൊത്തമൊക്കെ കണ്ടിച്ചെടുത്ത് ഇവിടെ കട്ട സാധനങ്ങളെല്ലാം ഞാൻ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് സബോളയും കൂടെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി ഇത്രയും ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പരിപ്പ് അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കുക്കറിലോട്ട് ഒഴിച്ചിട്ട് ഒരു 4-5 വിസിലടിച്ച് വേവിച്ചെടുക്കുക. ആദ്യം ആ വേവിച്ചെടുത്തതിന് അകത്തോട്ട് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ ആ മൂപ്പിച്ച് വെച്ചേക്കുന്ന ആ സാമ്പാറിൻ്റെ മസാലക്കൂട്ടുകൂടെ ചേർത്ത് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് അങ്ങോട്ട് ഇളക്കുക. ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് അങ്ങോട്ട് ഇളക്കുക. ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കണം. ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിയിട്ട് അങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിലൂടെ അങ്ങോട്ട് അടിച്ച് കഴിയുമ്പോൾ ഇത് ഏകദേശം വെന്ത് കിട്ടും. വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് വേറെ ഫ്രൈ പാനിനകത്തോട്ട് വേണമെങ്കിൽ ആ കുക്കറിനകത്ത് തന്നെ വെച്ച് നമുക്ക് എടുക്കാം. ഞാൻ വേറെ ഫ്രൈ പാനിനകത്തോട്ട് എടുത്തതേ ഉള്ളൂ. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വാളംപുളി വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കിയെടുത്തു. അപ്പം നല്ലതായിട്ട് കുഴഞ്ഞ് വരുന്നൊന്നും ഈ സാമ്പാർ കഷ്ണങ്ങൾ കുഴഞ്ഞ് വരുന്നവർക്കാണ് 2 വിസിലോട് കൂടുതൽ അടിച്ചാൽ മതി. അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ച് ചന്തമുളക് കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ സാമ്പാർ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.